നമസ്കാരം. പാക് അധീന കശ്മീരിൽ ജനങ്ങളുടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ വലിയ സംഘർഷം ഉടലെടുത്തതോടുകൂടി ഇവിടെ സാധാരണ ജീവിതം താറുമാറിലായിരിക്കുകയാണ്. മിർപൂരിലും ആസാദ് ജമ്മു കാശ്മീരിലും മാർക്കറ്റുകളും സ്കൂളുകളും രണ്ടാം ദിവസവും അടഞ്ഞുകിടക്കുകയാണ്. സംഘർഷത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. 90-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ അധീനതയിലുള്ള കശ്മീരിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയാണ് ജനം ഇവിടെ തെരുവിലിറങ്ങിയത്. അതോടുകൂടിയാണ് പാക് അധീന കശ്മീരിൽ വ്യാപകമായി പ്രതിഷേധങ്ങൾ അരങ്ങേറി തുടങ്ങിയത്. വെള്ളിയാഴ്ച ജമ്മു ആൻഡ് കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അഥവാ AAC-യുടെ നേതൃത്വത്തിൽ പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫറാബാദിലാണ് ആദ്യം പ്രതിഷേധം നടന്നത്. ആസാദി മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് നിലവിൽ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാരികളും പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ പ്രതിഷേധത്തെ പാകിസ്ഥാന്റെ സുരക്ഷാ സേന പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്തതോടുകൂടിയാണ് ഇവിടെ സ്ഥിതിഗതികൾ വഷളായത്. ഇതോടെ റോഡ് ഉപരോധിച്ചും കടകൾ അടപ്പിച്ചും സമരം ശക്തമാക്കാൻ AACC ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ ഭരണകൂടം ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മറ്റും സ്കൂളുകൾ അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. ആ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് വെടിയുതിർത്തതായുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്ഥിതിഗതികൾ കൈവിട്ടുപോയ സാഹചര്യമാണ് എന്നും ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടണമെന്നും സാമൂഹ്യ പ്രവർത്തകനായ അജ്മാദ് അയൂബ് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ ആവശ്യം തന്നെയാണ് ഭൂരിഭാഗം പ്രതിഷേധക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടണം എന്ന് തന്നെ. ജമ്മു ആൻഡ് കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2023-ലും സമാനമായ പ്രതിഷേധങ്ങൾ POK-യിൽ നടന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ POK-യിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രക്ഷോഭങ്ങളും ഇന്ത്യ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ഏതാനും നാളുകൾക്ക് മുൻപാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്, ഒരു സൈനിക നടപടിയും ഇല്ലാതെ POK ഇന്ത്യയുടെ ഭാഗമായി തന്നെ തീരും. അവിടെയുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയർന്നു വരുമെന്ന്. ഇപ്പോൾ ആ ആവശ്യം വളരെ ഉച്ചത്തിലായിരിക്കുന്നു. ജനങ്ങൾ ആസാദി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് തെരുവുകളിൽ ഇറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ ഇവിടെ ഇടപെടണം, ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യവും വളരെ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.